കഥയുടെ പേര് ആദ്യമൊഴി. പള്ളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിറകേറിയ ആമ്രത്തോട്ടത്തിൽ വച്ചാണ് ടോം ആദ്യമായി ലയയെ കണ്ടത്. ഒന്നു കിട്ടിയ പുതിയ ക്ലൈമാറ്റ്, പുതിയ സ്കൂൾ, ഒറ്റപ്പെട്ടതിന്റെയും അന്യങ്കോലമായതിന്റെയും അനുരണം ടോമിന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ലയയെ കണ്ടത് ബഹുശ ഒരു ശാന്തതയുടെ തുടക്കമായിരുന്നു. വെയിലിൽ ചെറുതായി തഴുകി വീണ മഞ്ഞപ്പാടങ്ങൾ പോലെ ലയയുടെ ചിരി. കൈയിലൊതുങ്ങിയ പുസ്തകങ്ങളോട് കാര്യമായ സ്നേഹവുമില്ലാതെ, പക്ഷേ സ്വന്തം കുറിപ്പുകളോട് അത്രയും മാന്യമായി പെരുമാറുന്ന ഒരാൾ. ടോം അതയഴിച്ച് നിരീക്ഷിച്ചു. ഒരിക്കൽ മലയാളം ടീച്ചർ, പുസ്തകത്തിൽ കാണുന്ന കവിതയേക്കാൾ നല്ലത് നിങ്ങൾ എഴുതാമോ എന്ന ചോദ്യത്തിൽ ക്ലാസ്സിലൊരൊറ്റ കൈ ഉയർന്നു. ലിയ. അവളുടെ കവിതയ്ക്ക് അർത്ഥം മാത്രം അല്ല, ആഴവും ഉണ്ടായിരുന്നു. കവിത മാത്രം പറഞ്ഞാൽ മതിയല്ല, അത് ആരെങ്കിലും കേൾക്കണം എന്ന് ടോം ആദ്യമായി മനസ്സിലാക്കി. ആഭ്യന്തരമൊരുക്കം. ടോം പതിയെ ലയയോട് അടുക്കാൻ തുടങ്ങി. അവളുടെ കമ്പോളമില്ലാത്ത ചിരിയിൽ കുത്തിയിരുന്ന ദ്രുതഗതിയിലുള്ള സത്യങ്ങൾ ടോമിനെ ആകർഷിച്ചു. ഹായ് എന്നൊരു വാക്ക് സംസാരിക്കാൻ 3 ആഴ്ച വേണ്ടിവന്നു. ലിയ മറുപടി പറഞ്ഞു, ഏവ ടോം. അത് ഒരു ചെറിയ ശബ്ദം ആയിരുന്നുവെങ്കിലും ടോമിന് അത് ഹൃദയത്തിൽ മുഴങ്ങി. ദിനങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒപ്പം ഡനോനയാനവും. പ്രണയം അർത്ഥം പിടിച്ച ദിവസം. സ്കൂളിന്റെ വാർഷികാഘോഷത്തിൽ ടോം ഗിറ്റാർ വായിക്കുകയും ലിയ പാടുകയും ചെയ്തു. അവൾ പാടിയതോ പാടാതെ പറയുവാൻ കഴിയാത്തതൊക്കെ അതിലുണ്ടായിരുന്നു. അന്നായിരുന്നു ടോം തന്റെ പ്രണയം മനസ്സിലാക്കിയത്. അവൾ പാടുമ്പോൾ ടോം നോക്കി നിന്നു. അവൾ പാടിയില്ലെങ്കിലും ടോം കേട്ടു. പ്രണയമൊന്നുമല്ല, അത് ശാന്തതയുടെ ശബ്ദം ആയിരുന്നു. ആവർത്തിയാകാത്ത നിമിഷം. ടോം ഒരിക്കൽ പറഞ്ഞു, ലിയ, നീ ഉണ്ടാകുമ്പോൾ ഞാൻ നല്ല ആളാവാൻ ശ്രമിക്കുന്നു. അതല്ലേ സ്നേഹം? ലിയ കുറച്ചുനേരം ഒറ്റുനിന്ന് പറഞ്ഞു, അതേ. പക്ഷേ ടോം, ഞങ്ങൾ രണ്ടുപേരും ഈ സ്കൂളിനുള്ളിൽ മാത്രം സ്നേഹിക്കാവുന്നവരാണ്. അതിനു പുറത്തുപോയാൽ ഈ സ്നേഹം ഭൂമിശാസ്ത്രം പഠിക്കേണ്ടിവരും. ടോം ഒറ്റവാക്കിൽ പറഞ്ഞു. അങ്കണത്തിൽ ഉറങ്ങുന്ന കാറ്റ് പോലും തിരികെ വരുന്നുണ്ടല്ലോ ലിയ. ഞാൻ വരും. അവസാനം, വർഷങ്ങൾക്കുശേഷം. 10 വർഷങ്ങൾക്കുശേഷം, പള്ളിക്കൽ സ്കൂളിന്റെ നരകവാഹം നടക്കുന്ന ദിവസം. ഒരാൾ വീണ്ടും ആ ആമ്രത്തോട്ടത്തിലേക്ക് നടന്നു. ലിയ. എടപ്പയെ അവൾ കണ്ടില്ല. പക്ഷേ അതേ സമയം, അടുത്ത മരത്തിന് സമീപം ആ ഹവജമ്യം ഒരിക്കൽ പാടിക്കൊണ്ടിരുന്ന അതേ പാട്ടിന്റെ ഭാവം വരെ കേൾക്കുന്നത് പോലെ തോന്നി. ഒരു കേറി എഴുതിയ കുറിപ്പ്. ഒരു ദിവസം നീ വീണ്ടും ആമ്രത്തോട്ടത്തിലേക്ക് വരും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനായി ഞാൻ എന്റെ അവയവം ഇവിടെ തന്നെ വെച്ചുപോയി. ഈ പ്രണയം ഒരിക്കലും അവസാനം വരില്ല, അതിന് അർത്ഥം ലിയ ആണ്. ടോം. ലിയ നീളമുള്ള നിശബ്ദതയിൽ ഹവവയമം സ്പർശിച്ചു. അവളുടെ കണ്ണുകളിൽ അവൻ അന്നത്തെ പോലെ ഹവവചനം വായിക്കുന്നത് കാണാമായിരുന്നു.